നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 8000 പേജുള്ള കുറ്റപത്രമാണ് കരുനാഗപ്പള്ളി പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മദ്യപിച്ച് ആംബുലൻസ് ഓട്ടിച്ച ഡ്രൈവർ പിടി. അരുവിക്കര സ്വദേശി അനിൽകുമാറിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മദ്യലഹരിയിൽ ഇയാൾ പിടിയിലായത്. പാർക്കിംഗ് ഫീസ് വർധനവിൽ പ്രതിഷേധം. കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. സമരത്തിന് നേരെ പോലീസ് ആക്രമണം നടത്തുകയായിരുന്നെന്ന് ഡിവൈഎഫ്ഐ. കരുനാഗപ്പള്ളി നഗരസഭ 14-ാം ഡിവിഷനിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ദിവസങ്ങൾ. പരാതി നൽകിയിട്ടും നടപടിയില്ല. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജലവിതരണ പൈപ്പുകൾ പൊട്ടിയ നിലയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 8000 പേജുള്ള കുറ്റപത്രമാണ് കരുനാഗപ്പള്ളി പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. കഴിഞ്ഞ മാർച്ച് 27-നാണ് സന്തോഷിനെ ഗുണ്ടാസംഘം വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കഴിഞ്ഞ മാർച്ച് 27-ന് രാത്രിയാണ് പടനായർകുളങ്ങര വടക്ക് കെട്ടിശ്ശേരിൽ കിഴക്കതിൽ വീട്ടിൽ ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന 45-കാരനായ എ സന്തോഷ് കുമാറിനെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ഗുണ്ടാസംഘം കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 8000-ലധികം പേജുള്ള കുറ്റപത്രത്തിൽ മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നു. രാത്രി വീട്ടിൽ അതിക്രമിച്ചു കടന്ന 4-അംഗ ഗുണ്ടാസംഘം സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അമ്മയുടെ മുന്നിൽ വെച്ചാണ് സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വടിവാളും കമ്പിപ്പാരയും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം ആദ്യം സന്തോഷിന്റെ അമ്മ ഓമന കിടന്ന മുറിയുടെ കതക് വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കടന്നു. മുറിയിൽ സന്തോഷില്ലെന്നറിഞ്ഞതോടെ സംഘം തൊട്ടടുത്ത മുറിയുടെ കതക് തകർത്ത് അകത്തുകയറി സന്തോഷിനെ ആക്രമിക്കുകയായിരുന്നു. അക്രമികൾ സ്ഫോടക വസ്തുക്കൾ മുറിയിൽ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു അക്രമങ്ങളെല്ലാം നടത്തിയത്. ശരീരത്തിന്റെ പല ഭാഗത്തും വെട്ടേറ്റ സന്തോഷ് കുമാർ മരിച്ചെന്ന് കരുതിയാണ് ഗുണ്ടാസംഘം മടങ്ങിയത്. ഇതിനുശേഷം സന്തോഷ് കുമാർ തന്നെയാണ് ആംബുലൻസ് വിളിച്ചത്. ആംബുലൻസ് എത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നീട് കേസിലെ പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പോലീസ് പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തീൻമേശയിൽ സ്നേഹം വിളമ്പി പോലീസ് ഉദ്യോഗസ്ഥർ. ജോലി തിരക്കിനിടയിലും ആഹാരം പങ്കുവച്ച് ഉച്ചയൂണ് കഴിക്കുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. 43 ഉദ്യോഗസ്ഥരാണ് ചവറ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഔദ്യോഗിക ജോലികൾക്കിടയിൽ ഇവരിൽ ജൂനിയർ സീനിയർ വ്യത്യാസമുണ്ടാകാം. എന്നാൽ തീൻമേശയിലേക്ക് എത്തുമ്പോൾ ഈ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. ഞാൻ കുറച്ച് നാളായുള്ളൂ ചവറയിൽ വന്നിട്ട്. ഞാൻ വന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി അങ്ങ് ചെന്നപ്പോൾ അവിടെ കുറേ പേര് എല്ലാവരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പല സ്റ്റേഷനിലും കാണാത്ത രീതിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അതുപോലെ എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല, ആ കൂട്ടത്തിൽ ഞാനും ഒരാളായി. ഇപ്പോൾ ഞാനും സ്ഥിരം അതിൻ്റെ ആളാണ്. നമുക്കതൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള സർവേ. അതായത് ഈ എല്ലാ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കും ഇത്രയും പോലീസുകാർ ഒരുമിച്ച് കൂടി വിശേഷങ്ങൾ പറഞ്ഞ് അവരവരുടെ വീട്ടിലെ ഫുഡ് പങ്കുവെച്ച് കഴിക്കുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ പഴയ കോളേജ് കാലങ്ങളിലേക്ക് പോകുന്നത് ഫീലാണ്. ഇതെന്നും കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉള്ളിടത്തോളം കാലം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാവുന്നതല്ല, ഞാനും ചെയ്ത് സഹായിക്കും. എല്ലാവരും ഒരുപോലെ ഇരുന്ന് സ്നേഹത്തോടെ ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നത് ചവറ പോലീസ് സ്റ്റേഷന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ്. ജോലി തിരക്കിനിടയിലും സ്റ്റേഷനിലെത്തി സഹപ്രവർത്തകർക്കൊപ്പം ഉച്ചയൂണ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ളത്. ഞാൻ 32 വർഷം സർവീസായി. ഞാൻ പല പോലീസ് സ്റ്റേഷനിലും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടുള്ള അനുഭവം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നാണ് കാണുന്നത്. ഉച്ചയൂണ് എല്ലാവരും വീടുകളിൽ കൊണ്ടുവരുന്ന ഉച്ചയൂണ് ഇവിടെ കൊണ്ടുവന്ന് പരസ്പരം ഷെയർ ചെയ്യുകയും ഊണ് കൊണ്ടുവരാത്തവർക്ക് അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കുട്ടിക്കിടയിലുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കങ്ങൾ മാറുന്നതിനും മറ്റും വളരെ ഉപകാരപ്രദമാണ്. മറ്റുള്ള പോലീസിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ആർക്കെങ്കിലും ആഹാരം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ പരസ്പരം ഷെയർ ചെയ്യാനും ഇവർ റെഡിയാണ്. ഇങ്ങനെ ഇവരുടെ ഉച്ചയൂണ് സ്നേഹത്തിന്റെ ഷെയറിംഗ് ആയും മാറുന്നു. 20-ൽ കുറയാതെ പോലീസ് ഉദ്യോഗസ്ഥർ മിക്കവാറും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി ഇവിടെ ഉണ്ടാകും.
ഏറ്റവും ജൂനിയറായ ഉദ്യോഗസ്ഥൻ മുതൽ സീനിയർ ഉദ്യോഗസ്ഥർ വരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിന്റെ മധുരമായ ഓർമ്മകളും ഇവരിലേക്ക് കടന്നു വരുന്നു. പോലീസ് സേനാംഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷം നിലവിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇവരുടെ ഒരുമിച്ചുള്ള ജീവിതം മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള വഴി കൂടിയാണ്. സഹപ്രവർത്തകർ എല്ലാവരും ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്ന സ്നേഹവും സന്തോഷവും ഏറെ വലുതുമാണ്. ജോലിയുടെ ഏറ്റവും വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വിഭാഗങ്ങളിലൊന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവർക്ക് ഇങ്ങനെയുള്ള ചില ഇടവേളകളാണ് പലപ്പോഴും ആശ്വാസമാകുന്നത്. ഈ ആശ്വാസ ചിത്രങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നതും. ന്യൂസ് ബ്യൂറോ, ചവറ. മെമു ട്രെയിനിൽ ബോഗികളുടെ എണ്ണം കൂട്ടാൻ നടപടി. ആലപ്പുഴ വഴി പോകുന്ന മെമു ട്രെയിനുകളിലെ ബോഗികളുടെ എണ്ണം കൂട്ടാനായി റെയിൽവേ ബോർഡ് അനുവദിച്ച റേക്കുകളുടെ കമ്മീഷനിംഗ് നടപടികൾ പൂർത്തിയായി. താമ്പരത്തെ മെമു വർക്കിംഗ് യാർഡിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ റേക്കുകൾ തിരുവനന്തപുരം ഡിവിഷനിൽ എത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. രാവിലെ 7:25 യാത്രക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്ന ആലപ്പുഴ എറണാകുളം മെമുവിലുൾപ്പെടെ ഈ പാതയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന അനിയന്ത്രിതമായ തിരക്കിന് കോച്ച് വർധനയിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. മെയ് 30-നകം ഇവ തിരുവനന്തപുരം ഡിവിഷന് കൈമാറുമെന്നായിരുന്നു റെയിൽവേ ബോർഡ് ചെയർമാൻ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ റേക്കുകൾ എത്താൻ വൈകുകയായിരുന്നു. തീരദേശപാതയായ ആലപ്പുഴ വഴി പോകുന്ന 3 മെമു ട്രെയിനുകളിൽ 4 കോച്ചുകൾ വീതം ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ റേക്കുകൾ എത്തുന്നതോടെ മെമു ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം 12-ൽ നിന്ന് 16 മാറും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മദ്യപിച്ച് ആംബുലൻസ് ഓടിച്ച ഡ്രൈവർ പിടിയിൽ. അരുവിക്കര സ്വദേശി അനിൽകുമാറിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി അമിതമായി മദ്യപിച്ച ഇയാൾ ആംബുലൻസ് ഓടിക്കുകയായിരുന്നു. മദ്യപിച്ച് ആംബുലൻസ് ഓടിച്ച നെടുമങ്ങാട് അരുവിക്കര മേലെ തുമ്പ്രത്തറ പുത്തൻ വീട്ടിൽ 43-കാരനായ അനിൽകുമാറിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി അമിതമായി മദ്യപിച്ച് ഇയാൾ ആംബുലൻസ് ഓടിച്ചു പോവുകയായിരുന്നു. നിലമേൽ ബാറിന് സമീപം വെച്ചാണ് ഇയാളെ പിടികൂടിയത്. മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ പേരിലുള്ള ആംബുലൻസാണ് ഇയാൾ ഓടിച്ചു വന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് 108 ആംബുലൻസിന്റെ ഡ്രൈവറെ അമിതമായി മദ്യപിച്ച നിലയിൽ ചടയമംഗലം പോലീസ് പിടികൂടിയത്. ആംബുലൻസ് ഡ്രൈവർമാരിൽ ചിലർ മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്ന പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. 2 ആഴ്ചക്കിടെ 2 കേസുകളാണ് ചടയമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് SI മോനിഷ് പറഞ്ഞു. രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചൽ വയലയിൽ പശുവിനെ കുളിപ്പിക്കാനെത്തിയാൽ ആറ്റിൽ വീണ് മരിച്ചു. വയല വിളയിൽ ഭാഗം സന്തോഷ് ഭവനിൽ ഉദയകുമാറാണ് മരിച്ചത്. പശുക്കളെ കുളിപ്പിക്കാനായി വിളയിൽ ഭാഗത്തെ ഇത്തിക്കരയാറ്റിൽ എത്തിയതായിരുന്നു ഉദയകുമാർ. കൊല്ലം അഞ്ചൽ വയലയിലാണ് പശുവിനെ കുളിപ്പിക്കാനെത്തിയയാൾ ആറ്റിൽ വീണ് മരിച്ചത്. വയല വിളയിൽ ഭാഗം സന്തോഷ് ഭവനിൽ 50-കാരനായ ഉദയകുമാറാണ് ആറ്റിൽ വീണ് മരിച്ചത്. രാവിലെ പശുക്കളെ കുളിപ്പിക്കാനായി വിളയിൽ ഭാഗത്തെ ഇത്തിക്കരയാറ്റിലെത്തിയതായിരുന്നു ഉദയകുമാർ. ഉദയകുമാറിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പശുക്കളെ തോട്ടിൽ കണ്ടെത്തി. എന്നാൽ ഉദയകുമാറിനെ കണ്ടില്ല. തുടർന്ന് കടയ്ക്കലിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി പരിശോധന നടത്തിയാണ് ഉദയകുമാറിന്റെ മൃതദേഹം ആറ്റിൽ നിന്നും പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മയ്യനാട് പഞ്ചായത്തിൽ സ്കൂളുകൾക്ക് സമീപം തെരുവ് നായ ശല്യം. ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ മയ്യനാട് ഹൈസ്കൂൾ, വെള്ളമണൽ സ്കൂൾ, ട്യൂട്ടോറിയലുകൾ എന്നിവിടങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭീതിയിലാണ്. ഇവിടെ 10-12 പട്ടികളുള്ള ഈ തെരുവ് നായ്ക്കൾ ഈ ഭാഗത്തൊക്കെ കിടന്ന് ഓടി സ്കൂൾ കുട്ടികളെയും മീൻ ചന്തയിൽ വരുന്നവരെയും മീൻ വാങ്ങാൻ വരുന്നവരെയും നാട്ടുകാർ മൊത്തത്തിലിട്ട് ഓടിച്ചിട്ട് പട്ടി കടിക്കുന്ന അവസരങ്ങൾ നിരവധിയാണ്. അതിനെതിരെ ഗവൺമെൻറ്റും ഒരു നടപടിയും എടുക്കുന്നില്ല, പഞ്ചായത്തും എടുക്കുന്നില്ല. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്ക് സമീപമാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ മയ്യനാട് ഹൈസ്കൂൾ, വെള്ളമണൽ സ്കൂൾ എന്നിവിടങ്ങളിലും വിവിധ ട്യൂട്ടോറിയലുകളിലും പഠിക്കാനായി സൈക്കിളെത്തുന്ന വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുന്നത് പതിവാണ്.
പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ 15-ാം വാർഡാണ് ഇവിടെ. പിന്നെ ഈ വാർഡിൽ ഇപ്പം 2 സ്കൂളാണുള്ളത്. വെള്ളമണ സ്കൂളുണ്ട്, വയനാട് ഹൈസ്കൂളുണ്ട്, ശാസ്താംകോവിൽ ഒരു സ്കൂൾ, ശാസ്താംകോവിൽ ജംഗ്ഷനിലുണ്ട്. ഈ 3 സ്കൂൾ, 2 ട്യൂഷൻ സെൻറ്റർ, ഇത്രയും എടുത്ത് പോകുന്ന 1000 കുട്ടികളുള്ള സ്ഥലമാണ്. പക്ഷേ രാവിലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഒരു കുട്ടിയെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വന്നത്. കാരണം പട്ടി നമുക്ക് കുട്ടി തിരിഞ്ഞു പോയി. 5-6 പട്ടികൾ വീതം ഓരോ സ്കൂളിൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ട് തന്നെയല്ല. ഇതിനു മുമ്പ് പേ വന്ന് കുറേ കുട്ടികളെ 7 കുട്ടികളെ കടിച്ചിട്ടുണ്ട്. ആ പേപ്പട്ടി കടിച്ച പട്ടികളാവാൻ ബാക്കിയുള്ള പട്ടികൾ റെയിൽവേ സ്റ്റേഷനോടെ അതുപോലെ 8-10 പേരെ കടിച്ചെന്ന് പറയുന്നത്. ഈയിടയ്ക്ക് ഇതുപോലെ ഒരു കുട്ടിയെ പട്ടി കുറുക്കി അടി ആക്സിഡൻറ്റ് പറ്റി ഇപ്പം മരണാസന്ന നിലയിൽ മെഡിസിറ്റി കിടക്കുകയാണ്. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ അടിയന്തരമായി നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാർക്കിംഗ് ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. സമരത്തിന് നേരെ പോലീസ് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. സമരത്തിനു നേരെ പോലീസ് ആക്രമണം നടത്തിയതായി ഡിവൈഎഫ്ഐ ആരോപിച്ചു. സംഘർഷത്തിൽ ഡിവൈഎഫ്ഐ മാവേലിക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സുഭാഷ്, കായംകുളം ചേരാവള്ളി മേഖലാ കമ്മിറ്റി അംഗം മുബീന എന്നിവർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകും. പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ജെയിംസ് ശാമുവേൽ നിർവഹിച്ചു. കരാർ വ്യവസ്ഥതയിലുള്ള പാർക്കിംഗ് ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് മെയ് 31 വരെയുള്ള പാർക്കിംഗ് ഫീസ് 5 രൂപയായിരുന്നു. അതിപ്പോൾ 20, 30, 60 ആക്കി വർദ്ധിപ്പിച്ചു. 4 ചക്ര വാഹനങ്ങൾക്ക് 25 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസ്. അതിപ്പോൾ 80, 100, 120 ഒക്കെയായി വർദ്ധിപ്പിച്ചു. 3 മണിക്കൂർ കൂടുതൽ 4 ചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തയ്യാറായാൽ 600 രൂപ ഫീസ് നൽകണം. ഇങ്ങനെ റെയിൽവേ ഉപയോഗിച്ചുകൊണ്ട് പകൽ കൊള്ള നടത്താൻ സ്വകാര്യ കമ്പനികൾക്ക് കൊള്ള ലാഭം കൊയ്യാനുള്ള ശ്രമവുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമപരമായ സാധ്യതയും പരിശോധിക്കാതെയാണ് ഈ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന പാർക്കിംഗ് ഫീസിൻ്റെ വ്യവസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അത് റദ്ദ് ചെയ്യാതെ കരാർ അടിസ്ഥാനത്തിലുള്ള കമ്പനികളെ വിളിച്ച് ആ കരാർ കമ്പനികളുമായി ഒപ്പിട്ട് നിലവിലെ പാർക്കിംഗ് ഫീസിൻ്റെ വ്യവസ്ഥകൾ മാറ്റാതെ ഈ കരാർ കമ്പനികൾക്ക് അനുകൂലമായി പ്രധാനപ്പെട്ട 5 റെയിൽവേ സ്റ്റേഷനുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ തൊഴിൽ മേഖലകളെയും തകർത്ത് റെയിൽവേയിലെ സ്ഥിരം നിയമനങ്ങൾ അട്ടിമറിച്ച് പുതിയ ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്ന സ്ഥിര നിയമനമെന്നുള്ള എല്ലാ സംവിധാനങ്ങളും അട്ടിമറിച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ റെയിൽവേയെ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന മേഖലയാണ് റെയിൽവേ എന്നുള്ളത്. അവരുടെ യാത്രാ സൗകര്യത്തിനു വേണ്ടി വേഗത്തിൽ എത്തിച്ചേരാൻ ചെറിയ തുകയിൽ യാത്രകൾ ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. അവിടെയാണ് ടിക്കറ്റിനേക്കാൾ 10 ഇരട്ടിയിലധികം പാർക്കിംഗ് ഫീസുകൾ നൽകേണ്ടി വരുന്ന ഒരു യാത്രക്കാരൻ്റെ ഏറ്റവും ദുരിതമായ കാഴ്ച ഈ കേരളത്തിലും ഈ രാജ്യത്തും ഉണ്ടാകുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തെ മനുഷ്യരെ പകൽ കൊള്ള ചെയ്യുകയാണ്. ആ പകൽ കൊള്ളയ്ക്കെതിരായുള്ള പോരാട്ടമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുകുന്ദൻ, ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ്, മാവേലിക്കര ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു, ചാരിമോട് ബ്ലോക്ക് സെക്രട്ടറി അനൂപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മിനീസ, അനുപമ, അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.
കടൽ തീരത്ത് നിന്നുള്ള പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുന്നു. മുങ്ങിയ കപ്പലിൽ നിന്നും തീരത്തടിച്ച കണ്ടെയ്നറുകളിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് തരികൾ കടപ്പുറത്തെത്തിയത്. ഓച്ചിറ അഴീക്കൽ തീരത്ത് നിന്ന് പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. മുങ്ങിയ കപ്പലിൽ നിന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നാണ് പ്ലാസ്റ്റിക് തരികൾ തീരപ്രദേശങ്ങളിലെത്തിയത്. ഈ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. മെർക്ക് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം സ്വകാര്യ കമ്പനിയാണ് പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്നത്. ഡോക്ടർ സനൽ ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓച്ചിറ അഴീക്കൽ തീരത്തു നിന്നും പ്ലാസ്റ്റിക് തരികൾ ശേഖരിക്കുന്നത്. ഇവരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടീം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വരുന്നതും ഇവിടെ ഷിഫ്റ്റ് ചെയ്യണം. വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഷിപ്പിലേക്ക് കൊല്ലം പോർട്ടിലേക്ക് കസ്റ്റംസിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഈ ഷിപ്പിൻ്റെ ആണെന്ന് വിശ്വസിക്കുന്നു. ME1 03 എന്ന് പറഞ്ഞ ഷിപ്പിൻ്റെ സാധനങ്ങളാണ്. ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് ബോറുകളാണ്. അതെല്ലാം തന്നെ നമ്മളിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊല്ലം പോർട്ടിലേക്ക് മാറ്റുകയാണ് സുരക്ഷിതമായിട്ട്. കൊല്ലം പോർട്ടിലേക്കാണ് ഇവ മാറ്റുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഞ്ചലിൽ ഗവർണർക്ക് നേരെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തതിനെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറിയും ഏരൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷൈൻ ബാബു, നസ്ലീം, ബുഹാരി, അക്ഷയ് ഉൾപ്പെടെ 4 പേരെ അഞ്ചൽ SHO ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബൈപ്പാസ് പരിസരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഡിവൈഎഫ്ഐ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതൃത്വം യാതൊരുവിധ പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അങ്ങനെയുള്ളപ്പോൾ അനാവശ്യമായി ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നെന്നും ആരോപിച്ച് CPM, DYFI, SFI നേതാക്കളും പ്രവർത്തകരും അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിച്ചു. ഇത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ഇപ്പോൾ ഗവർണർ ഇതുവഴി വരുമ്പോൾ DYFIക്കാരെ പേടിച്ചാണ് ഗവർണർ പോകുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയതുകൊണ്ട് ആയിരിക്കാം എന്നെ പിടിച്ചിട്ടുള്ളത്. DYFIക്കാർ നാട്ടിലുള്ളതുകൊണ്ട് ഗവർണർക്ക് റോഡിൽ ഇറങ്ങാൻ പേടിയായിരിക്കാം. DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയോ DYFIയുടെ ജില്ലാ കമ്മിറ്റിയോ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയോ ഗവർണറെ കരിങ്കൊടി കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്താൽ ഇനി എത്ര പോലീസ് വന്നാലും പട്ടാളം വന്നാലും DYFI കരിങ്കൊടി കാണിക്കും. ഞങ്ങളുടെ DYFIയുടെ നേതൃത്വത്തിൽ അങ്ങനെ ക്യാമ്പയിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആലോചിച്ചിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ വെറുതെ നിന്ന് ഞങ്ങളെയാണ് ഈ പോലീസ് പിടിച്ചുകൊണ്ട് അകത്ത് വന്നിട്ടുള്ളത്. നിലവിലെ LDF സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം വൃത്തിയായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ഇതിനെയെല്ലാം നാണം കെടുത്തുന്നതിന്, സർക്കാരിനെ അടക്കം നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള നിലപാടല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFI മുമ്പോട്ട് പരാതിയായിട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇതിനിടെ നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച ഒരു സംഘം പ്രവർത്തകർ ഗവർണർ കടന്നു പോകുന്നതിനിടെ അഞ്ചൽ ബൈപ്പാസിൽ പ്രതിഷേധിച്ചു. ഗവർണർ കടന്നുപോയതിനു പിന്നാലെ കസ്റ്റഡിയിലെടുത്ത നേതാക്കളെ വിട്ടയക്കാൻ CI നിർദ്ദേശിച്ചു. എന്നാൽ പുറത്തു പോകില്ലെന്ന് ഷൈൻ ബാബു ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തതോടെ സ്റ്റേഷൻ പരിസരം സംഘർഷഭരിതമായി. കസ്റ്റഡിയിലെടുത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാർ അപമര്യാദയായി പെരുമാറിയെന്നും ആരോപിച്ച പോലീസുമായി വാക്കേറ്റമുണ്ടായി. ഇതിനിടെ പുറത്തുനിന്ന പ്രവർത്തകർ സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് തടഞ്ഞു. അപമര്യാദയായി പെരുമാറിയെന്ന പരാതി അന്വേഷിക്കാമെന്ന CI ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയും അപമര്യാദയായി പെരുമാറിയെന്നതും ചൂണ്ടിക്കാട്ടി റൂറൽ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ഷൈൻ ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
കരുനാഗപ്പള്ളി നഗരസഭ 14-ാം ഡിവിഷനിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ദിവസങ്ങൾ. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആക്ഷേപം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജലവിതരണ പൈപ്പുകൾ പൊട്ടിയ നിലയിലാണ്. ഇവയിലൂടെ മലിനജലം വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. കരുനാഗപ്പള്ളി നഗരസഭയിലെ 14-ാം ഡിവിഷനിലാണ് കഴിഞ്ഞ 4 ദിവസത്തോളമായി കുടിവെള്ള വിതരണം നിലച്ചിട്ടുള്ളത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പ് ലൈനുകൾ പൊട്ടിയ നിലയിലാണ്. പൊട്ടിയ പൈപ്പ് ലൈനുകളിലൂടെ മലിനജലം കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ ശുദ്ധജലം ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. നഗരസഭാ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. കുടിവെള്ള വിതരണം സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ശുദ്ധവായു, ഒന്ന് ശുദ്ധജലം. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി നിവാസികൾക്ക് ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. കാരണം ഇന്ന് കുടിവെള്ളം കിട്ടിയിട്ടെന്ന് 7 ദിവസമായി. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അധികാരികൾ പറയുന്നത് പൈപ്പ് ലൈൻ മുറിഞ്ഞു പോയിരിക്കുകയാണ്, റോഡിൻ്റെ പണി നടക്കുകയാണ്, അറ്റകുറ്റപ്പണി നടക്കുകയാണെന്നുള്ള കാരണങ്ങളാണ് പറയുന്നത്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ അടയുവാണെങ്കിൽ പകരം ഒരു മാർഗ്ഗങ്ങൾ ജനങ്ങൾക്ക് എന്തേ കൊടുക്കാൻ ഈ ഗവൺമെൻറ് ബാധ്യസ്ഥരാകാത്തതാണ് നമ്മുടെ ചോദ്യം. കാര്യം നമുക്കിവിടെ 4 വശവും വെള്ളം തന്നെ, വെള്ളം സർവത്ര വെള്ളം. പക്ഷേ ഒരു തുള്ളി വെള്ളം കുടിപ്പാനില്ല. ഇതാണ് ഇന്ന് കരുനാഗപ്പള്ളി നിവാസികളുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു വിഷയം അത് തന്നെയാണ്. അപ്പോൾ അതിന് ഈ ഗവൺമെൻറ് ഒരു മാർഗം കാണാതെ ഈ എല്ലാമായി എന്ന് പറഞ്ഞ് നടന്നിട്ട് പക്ഷേ ഒന്നും ആകാതെ, ഒരു തരത്തിലും സമസ്ത മേഖലയിലും ഒന്നും ആകാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇവിടുത്തെ കരുനാഗപ്പള്ളി പറയുകയാണെങ്കിൽ ഇവിടെ കരുനാഗപ്പള്ളി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് മുണ്ടോപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പല സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന സീവേജ് വാട്ടർ, STP വാട്ടറുകൾ ഇതെല്ലാം തുറന്ന് പലതരം ഓടയിൽ കൂടെ വന്ന് നമ്മുടെ ഈ കായലിൽ വന്ന് പതിക്കുന്നതിനാൽ ഇതിൻ്റെ ചുറ്റുമുള്ള നിവാസികളുടെ കിണറ്റിലെ വെള്ളവും കുഴക്കിണറ്റിലെ വെള്ളവും മറ്റ് ലൈനിലെ വെള്ളവും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നഗരവാസികൾ പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിക്ക് ചെന്ന് ഇത്തരം അപേക്ഷ കൊടുക്കുക, സമരം ചെയ്യുക, പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്തിട്ടും ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു മാർഗങ്ങളും ഒരു കരുതലോ അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായ പരിഹാരമോ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളം വരുന്നില്ലെന്ന് മാത്രമല്ല, വരുന്ന വളരെ മോശപ്പെട്ട വെള്ളം, അതായത് ഇത്രയും മലീമസമായ വെള്ളം ഈ പൈപ്പിൽ കൂടെ എങ്ങനെ തുറന്നു വിടാൻ അല്ലെങ്കിൽ എങ്ങനെ ഈ വരുത്താൻ ഈ അധികാരികൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഈ പൈപ്പിൽ കൂടെ തന്നെ നല്ല വെള്ളം വന്നാലും ഇതിനകത്തുണ്ടാകുന്ന ബാക്ടീരിയ ആയാലും മറ്റേ വൈറസ് ആയാലും മറ്റെല്ലാം മാലിന്യങ്ങളും ഇതിനകത്ത് അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജലവിതരണം സുഗമമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ പല പ്രദേശങ്ങളിലും ഏറ്റവും മോശപ്പെട്ടമായ കലങ്ങിയ വെള്ളമാണ് കുടിക്കുവാനുള്ളത് വന്നുകൊണ്ടിരിക്കുന്നത്. പൈപ്പുകളിൽ നിരന്തരം ഇത്തരത്തിലുള്ള പരാതികളുമായി അർഹത ജീവനക്കാരെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിയുമ്പോൾ നിസാരവൽക്കരിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം ഇത്തരം പരിപാടികൾ, ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ കുടിവെള്ളം ഇത്രയും കലങ്ങിയത് നൽകുവാണെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് BJPയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പുനലൂർ ഡിപ്പോയിൽ ധർണ നടത്തി. KSRTC മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ചാണ് ധർണ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ സ്ഥലം മാറ്റം പുനഃപരിശോധിക്കുക, ബദലി അസിസ്റ്റന്റുമാരെ പുറത്താക്കിയ നടപടി പിൻവലിക്കുക, ഇൻസ്പെക്ടർ വിഭാഗം ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണത്തിലെ അപാകത പരിഹരിക്കുക, പ്രൊമോഷനുകൾ അനുവദിക്കുക, NBS വിഹിതം അടയ്ക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും CITU ജില്ലാ വൈസ് പ്രസിഡന്റുമായ MA രാജഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ സ്വാഗതം പറഞ്ഞുകൊണ്ട് രാജീവ് നിങ്ങളോട് സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവനക്കാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ധർണാ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത്? ഒന്ന്, നമ്മളെന്താണ് ഉന്നയിക്കുന്നത്, നമ്മുടെ വിഷയം എന്താണെന്നുള്ളത് തൊഴിലാളികളെ ആകെ ധാരണയാകണം. അതിനേക്കാൾ പ്രധാനമാണ് KSRTC ജീവനക്കാർ
ഒരു പുതിയ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ഉന്നയിക്കുന്നതാണോ, KSRTCയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണോ, ഈ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കാൻ ഉതകുന്നതാണ്? ഇതൊക്കെ ജനങ്ങൾ ഈ സമയത്തെ നോക്കിക്കാണുമ്പോൾ അവർക്ക് പല ഉത്കണ്ഠകളുണ്ട്. കാരണം നിർഭാഗ്യവശാൽ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ പൊതുവെ നമ്മുടെ നാടിന്റെ ഒരു മാറിയ കാലത്ത് എല്ലാത്തരം തൊഴിലാളികൾക്കും എതിരായിട്ടാണ് അവർ എഴുതുന്നതും അവർ വാർത്തകൾ ഉണ്ടാക്കുന്നതുമെല്ലാം. ഇപ്പോൾ സാധാരണഗതിയിൽ KSRTC അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഇതൊരു സാധാരണക്കാരോട് ചോദിച്ചാൽ ആദ്യം പറയുന്നത് ഒന്ന് ജീവനക്കാരുടെ കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ ജീവനക്കാരുടെ ജോലിയിലില്ല. ആ പൊതുബോധമാണ് സൃഷ്ടിച്ചത്. ഈ ചുമട്ടുതൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ ചുമട്ടുതൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ കൂലിയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇപ്പോൾ സെയിൽസ് മാനുകളിലായി, ഓൺലൈൻ ബിസിനസ്സായി. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ചുമട്ടുതൊഴിലാളികളെ കുറിച്ച് ചോദിച്ചാൽ ഒരു ഭിന്ന വിവേചനമാണ്. KSRTE യൂണിറ്റ് പ്രസിഡന്റ് T. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. V. രാജീവ്, ഷാജു സുരേന്ദ്രൻ, D. ബാബു, U. റസീബ്, S. ശ്രീലത, V. വിജയലത, സാബു V തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മട്ടുപ്പാവിൽ ഒരു പച്ചക്കറിത്തോട്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പദ്ധതി ആരംഭിച്ചത്. ഇടമൺ കൃഷിഭവന്റെയും സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് കൃഷി. ഇടമൺ കൃഷിഭവന്റെയും സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് മട്ടുപ്പാവിൽ ഒരു പച്ചക്കറിത്തോട്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഉറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായായിരുന്നു ഉദ്ഘാടനം. ഇടമൺ കൃഷി ഓഫീസർ അജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് പ്രിയേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രഥമാധ്യാപകൻ ഹരികുമാർ സ്വാഗതം പറഞ്ഞു. 9ാം വാർഡ് അംഗവും സ്കൂൾ PTA വൈസ് പ്രസിഡന്റുമായ പ്രമീള, പൂർവ്വ വിദ്യാർത്ഥി സമിതി രക്ഷാധികാരി PL സുധാകരൻ, അഗ്രോ ഫാമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി സമിതി ട്രഷററുമായ S. സുനിൽകുമാർ, പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രം സംഘാടകൻ ബിനുകുമാർ, രക്ഷകർത്താക്കൾ PTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അഖില KS, അനിമോൾ CC, സീനിയർ അസിസ്റ്റന്റ് അശ്വതി R. പ്രസാദ്, സ്റ്റാഫ് സെക്രട്ടറി സിന്ധു S, പ്രിൻസി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്കിപ്പോൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമയമായിട്ടുള്ള പച്ചക്കറികളാണ്. രാസകീടനാശിനി, രാസഫലങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കുന്ന പോഷകപ്രദമായിട്ടുള്ള ജൈവ പച്ചക്കറി കൃഷിയാണ് നമ്മൾ ഈ സ്കൂളിൽ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് നല്ല രീതിയിൽ ഈ സ്കൂളിലൊരു പച്ചക്കറിത്തോട്ടം, ജൈവ പച്ചക്കറി കൃഷി നടത്തി മാതൃകയാക്കി അത് വളർത്തണമെന്ന് മാത്രമാണ് പറയാം. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 8000 പേജുള്ള കുറ്റപത്രമാണ് കരുനാഗപ്പള്ളി പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മദ്യപിച്ച് ആംബുലൻസ് ഓട്ടിച്ച ഡ്രൈവർ പിടിയിൽ. അരുവിക്കര സ്വദേശി അനിൽകുമാറിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മദ്യലഹരിയിൽ ഇയാൾ പിടിയിലായത്. പാർക്കിംഗ് ഫീസ് വർധനവിൽ പ്രതിഷേധം. കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. സമരത്തിന് നേരെ പോലീസ് ആക്രമണം നടത്തുകയായിരുന്നെന്ന് ഡിവൈഎഫ്ഐ. കരുനാഗപ്പള്ളി നഗരസഭ 14ാം ഡിവിഷനിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ദിവസങ്ങൾ. പരാതി നൽകിയിട്ടും നടപടിയില്ല. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജലവിതരണ പൈപ്പുകൾ പൊട്ടിയ നിലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.